അടുത്ത ടോപ്പിക്കാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡി ബ്ലോക്ക് എലമെന്റ്സ് നോക്കുമ്പോൾ, ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? 3D സബ്ഷെല്ലിൽ നിന്നും 4sൽ നിന്നും എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. റീസൺ എന്താണ്? 3Dക്കും 4sനും എന്താണ്? ഏകദേശം അടുത്തടുത്താണ് എനർജീസ്, കമ്പയറബിൾ എനർജീസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ 3Dയിൽ നിന്നും 4sൽ നിന്നും എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ഓർ ലോസ്റ്റ്. അപ്പൊ ഗെയിൻ ചെയ്താൽ നെഗറ്റീവ് ചാർജും ലോസ് ചെയ്താൽ പോസിറ്റീവ് ചാർജും. അപ്പോൾ എലോങ് വിത്ത് സൈൻ ഉള്ള വാലൻസി എലോങ് വിത്ത് സൈൻ, അതാണ് എന്ത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? 3Dയിൽ നിന്നും പോകാം, 4sൽ നിന്നും പോകാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കൺഫേം ആയിട്ട് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ട്രാൻസിഷൻ മെറ്റൽസ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇപ്പോൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കില്ല മറ്റേതെങ്കിലും ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതായിരിക്കില്ല ആൽക്കഹോൾ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പല റിയാക്ഷനിൽ എന്ത് ചെയ്യും? പല ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തല്ല, കോൺസ്റ്റന്റ് ആയിട്ട് ട്രാൻസിഷൻ എലമെന്റ്സ് കാണിക്കത്തില്ല. അപ്പോൾ the reason is that the transition or the participation of D and S electrons, D electronsഉം S electrons എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. So that is why transition elements show variable oxidation state. ഇനി പൊതുവെ ഒരുവിധമുള്ള എല്ലാ എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ജനറൽ ആയിട്ട് കാണിക്കുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, പൊതുവെയുള്ള എല്ലാം. പക്ഷെ ചില എക്സ്ട്രീം കേസിൽ എന്ത് ചെയ്യും? മറ്റേതെങ്കിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ എന്തെന്ന് വെച്ചാൽ ചില കേസിൽ, ഇപ്പോൾ ചില സെക്ഷനൊക്കെ നോക്കിയാൽ യൂണിഫോം ആയിട്ടല്ല, റെഗുലർ ട്രാൻസിഷൻ അല്ല, പക്ഷെ ചില കേസിൽ നോക്കിയാൽ ഒരു എന്താണ് അപ് ടു മിഡിൽ പോർഷൻ വരെ എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി പോകാം, അതിനുശേഷം കുറയുകയും ചെയ്യാം. പക്ഷെ അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ അല്ല. പക്ഷെ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അതായത് നമ്മൾ മറ്റേ ഏതാണ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് പഠിച്ചിട്ടില്ല? അതായത് മിഡിൽ പോർഷൻ വരെ എന്ത് ചെയ്യും? അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടി പോകും. അപ്പൊ അതേപോലെ തന്നെ ഏകദേശം മിഡിൽ പോർഷൻ വരെ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ നമ്പർ കൂടും, അതിനുശേഷം എന്ത് ചെയ്യും? ഓക്സിഡേഷൻ നമ്പർ കുറയും. അപ്പൊ അത് എല്ലാ സീരീസിലും, അതായത് ഫസ്റ്റ് റോ ട്രാൻസിഷൻ സീരീസ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെയുണ്ട്. അപ്പൊ അതിലെല്ലാത്തിലും സെയിം ആവണമെന്നില്ല, പക്ഷെ ജനറൽ കേസ് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിട്ടുണ്ട് സ്കാൻഡിയം പൊതുവേ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? +3 ആണ്. കാര്യം എന്താ? +3, അതായത് 3 ഇലക്ട്രോൺസ് പോയാൽ അതെന്താവും? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടുന്നതുകൊണ്ട് പൊതുവേ കാണിക്കുന്ന എന്താണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി സിങ്കിൻ്റെതാണ്, അതെപ്പോഴും എന്തായിരിക്കും? +2 ആയിരിക്കും. അതിൽ എന്താവത്തില്ല? ഒരു ചേഞ്ച് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഫസ്റ്റ് റോ ട്രാൻസിഷൻ സീരീസ് എപ്പോഴും കാണിക്കാൻ സാധ്യത കൂടിയത് +2 ആണ്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് റോ ട്രാൻസിഷൻ സീരീസ് എപ്പോഴും കാണിക്കാൻ ചാൻസ് കൂടിയത്. അപ്പോൾ ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്തായാലും ആ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. സ്കാൻഡി ആകുമ്പോൾ +3 ആണ്, സിങ്ക് +2 ആണ്. ഫസ്റ്റ് റോ ട്രാൻസിഷൻ സീരീസ് ഒരുവിധം എന്താണ്? +2 ആണ് കാണിക്കുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ്, അതായത് ഈ ചാപ്റ്ററിലെ ഒരു പ്രോബ്ലം സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇത് മാത്രമേ ഉള്ളൂ പ്രോബ്ലം ആയിട്ട്. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ട്രാൻസിഷൻ എലമെന്റ്സിന്റെ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ട്രാൻസിഷൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പാരാമാഗ്നറ്റിക്, ഡയമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്റർ, +1-ലെ 4ാമത്തെ ചാപ്റ്റർ എന്താ കെമിക്കൽ ബോണ്ടിങ്, അതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാരാമാഗ്നറ്റിക്കും ഡയമാഗ്നറ്റിക്കും. അപ്പോൾ പാരാമാഗ്നറ്റിസം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? പാരാമാഗ്നറ്റിസം കാണാൻ പറ്റും. പാരാമാഗ്നറ്റിസം എന്ന് വെച്ചാൽ ഒരു വീക്ക് ആയിട്ടുള്ള റിപ്പൾസീവ് ഫോഴ്സ് ആണ്. വീക്ക് റിപ്പൾഷൻ ബിറ്റ്വീൻ 2 എലമെന്റ്സ്. അത് നമുക്ക് വിസിബിൾ അല്ല, പക്ഷെ ഒരു വീക്ക് റിപ്പൾസീവ് ഫോഴ്സ് അവിടെ എന്താ ഫീൽ ചെയ്യും.
അപ്പൊ അതാണ് പാരാമാഗ്നറ്റിസം. അതേപോലെ ഡയാമാഗ്നറ്റിസം ആകുമ്പോഴത്തേക്കും എന്താ, വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇനി മാഗ്നറ്റിസത്തിന്റെ ഒരു എക്സ്ട്രീം കേസാണ് ഫെറോ മാഗ്നറ്റിസം. അതായത് ഒരു പെർമനന്റ് മാഗ്നറ്റിസം അറ്റൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫെറോ മാഗ്നറ്റിസം. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പാരാമാഗ്നറ്റിസം ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള ഓരോ എലമെന്റിനും എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്ന സംഭവമാണ്. പാരാമാഗ്നറ്റിക് എന്ന് പറയുന്ന സംഭവങ്ങൾ എന്തുണ്ട്, മാഗ്നറ്റിക് മൊമെന്റ്. ഇനി ഓരോ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനും രണ്ട് ടൈപ്പ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു എന്താ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ എന്താ, ഒരു എന്താ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിട്ടാർഡേഷൻ പഠിച്ചിട്ടില്ലേ, റിട്ടാർഡേഷൻ, ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ. ഇനേർഷ്യ എന്ന് വെച്ചാൽ എന്താ, ഇനേർഷ്യ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്, ഒരു കോൺസ്റ്റന്റ് മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയാലും അത് എന്ത് ചെയ്യും, അതിന്റെ ആ കോൺസ്റ്റന്റ് മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി, റൈറ്റ്, ദ ടെൻഡൻസി ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് മോഷൻ. അതായത് എന്താണ്, മൂവ്മെന്റ് ആണോ റെസ്റ്റ് ആണോ, ആ സ്റ്റേറ്റിൽ തന്നെ എന്ത് ചെയ്യാൻ, കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ബോഡിയുടെ ടെൻഡൻസി ആണെന്ത്, ഇനേർഷ്യ. അപ്പൊ അതേപോലെ തന്നെ മൊമെന്റ് എന്ന് വെച്ചാൽ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ്. അതായത് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, സ്വയം സ്പിൻ ചെയ്യും, അതായത് സ്വയം റൊട്ടേറ്റ് ചെയ്യും. അതേപോലെ എന്ത് ചെയ്യും, ഓർബിറ്റിൽ കിടന്ന് റിവോൾവ് ചെയ്യും. നമ്മുടെ എർത്തിന്റെ കാര്യം നോക്കിയാൽ തന്നെ അങ്ങനെയാണ്. എർത്ത് എന്ത് ചെയ്യും, സ്വയം എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, സണ്ണിന് ചുറ്റും എന്ത് ചെയ്യും, റിവോൾവ് ചെയ്യും. അപ്പൊ അതേപോലെ ഇലക്ട്രോൺ സ്പിൻ ചെയ്യും, സ്വയം സ്പിൻ ചെയ്യും. അപ്പൊ എന്താവും, ഒരു സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് അവിടെ ഉണ്ടാവും. അതേപോലെ എന്ത് ചെയ്യും, ഓർബിറ്റലിൽ കിടന്ന് റിവോൾവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റും ഉണ്ടാവും. ഇനി ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് അവിടെ അതിനുണ്ടാവത്തില്ല. ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സ് ആണെങ്കിൽ അതിന് എന്തുണ്ടാകത്തില്ല, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാകത്തില്ല. പക്ഷേ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിന്റെ മാത്രമേ എന്ത് പഠിക്കാനുള്ളൂ, മാഗ്നറ്റിക് മൊമെന്റ് പഠിക്കാനുള്ളൂ. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഫോർമുല കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സ്പിൻ ഓൺലി ഫോർമുല. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാണ്, മ്യൂ എസ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ്. അതാണ് മ്യൂ എസ്. മ്യൂ എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2. n എന്ന് വെച്ചാൽ ആ എലമെന്റിലുള്ള നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. നമ്മൾ 5 കമ്പാർട്ട്മെന്റ് വരച്ചിട്ട് എന്ത് ചെയ്യും, 5 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യത്തില്ലേ, അതായത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടില്ലേ. അപ്പൊ ആ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിൽ എത്ര എണ്ണം എന്താണ്, അൺപെയർഡ് ആണ്. അപ്പൊ അതാണ് എന്ത്, ഇതിലെ n. അപ്പം മ്യൂ എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2. ഇനി എന്താണ് മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ്, അത് എക്സാമിന് ചോദിക്കാം. മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് ആണ് എന്ത്, ബോർ മാഗ്നറ്റോൺ. അപ്പൊ അതിന്റെ യൂണിറ്റ് ആണ് ബോർ മാഗ്നറ്റോൺ. നമ്മൾ BM എന്ന് കാണിക്കും. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ ഏത് മാഗ്നറ്റിക് മൊമെന്റ് ആയാലും അതിന്റെ യൂണിറ്റ് ആണ് ബോർ മാഗ്നറ്റോൺ. അപ്പൊ പ്രോബ്ലം ചോദിച്ചാൽ എന്ത് ചെയ്യണം, ആൻസർ എഴുതിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം, യൂണിറ്റ് ഇട്ട് വെക്കാൻ മറന്നു പോകില്ല. ഇനി ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടിയാൽ എന്തും കൂടും, മ്യൂ എസും കൂടും. സ്പിൻ മാഗ്നറ്റിക് മൊമെന്റും എന്ത് ചെയ്യും, കൂടും. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടിയാൽ മാഗ്നറ്റിക് മൊമെന്റും കൂടും. ഇനി ഈ ഒരു മാഗ്നറ്റിക് മൊമെന്റ് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, എന്താണ്, ആ ഒരു എലമെന്റിന്റെ നേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ. ഇനിയിപ്പോ എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്തായിരിക്കും, ആൻസർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇപ്പൊ മ്യൂ എസ് 0 വന്നാൽ അതെന്തായിരിക്കും, ഡയാമാഗ്നറ്റിക് ആയിരിക്കും. മാഗ്നറ്റിക് മൊമെന്റ് അവിടെ ഇല്ലെങ്കിൽ അതെന്തായിരിക്കും, ഡയാമാഗ്നറ്റിക് ആയിരിക്കും. മാഗ്നറ്റിക് മൊമെന്റ് അവിടെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പൊ ഇത്രയും സംഭവം പഠിച്ചു വെച്ചേക്കണം.